സ്ലീവ് ഡിസൈൻ മാത്രം ചെയ്യുള്ളൂ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നെക്ക് ഡിസൈനും കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിനൊക്കെയാണ് ചെയ്യുന്നത്. 6:4 എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിന്റെ അളവാണ് ഈ പറയുന്നത്. ഞാനിവിടെ ഒരു മിനിയേച്ചർ രൂപമാണ് കാണിക്കുന്നത്. എൻ്റെ അളവ് കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. വീനക്കിന്റെ ഈ ഭാഗം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും. സ്ട്രൈറ്റ് ആയിട്ട് വേണ്ടവർ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കുന്നുണ്ട്. വീനക്ക് തുണി വെച്ചിട്ട് എങ്ങനെയാണ് മറിച്ചടിക്കണേന്നൊക്കെ ഉള്ള എൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു ലേസ് ആണ് വെക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ തുണി വെച്ചിട്ട് നമ്മൾ മറിച്ചടിക്കണമെന്നില്ല, ലേസ് വെച്ചിട്ടാണ് മറിച്ചടിക്കുന്നത്. ലേസിന് ഇങ്ങനെ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ നേരെ പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോ. അതിനുശേഷം അവിടെ ഇതേപോലെ ഒരു വി ഷേപ്പിലൊന്ന് അടിച്ചു കൊടുക്കണം. ലേസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. ഡബിൾ അടി പഠിച്ചോളൂ കേട്ടോ. ഞാനിവിടെ ചെറിയൊരു സ്ഥലം മാത്രം അടിക്കണുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ വി ഷേപ്പിൽ ഒന്ന് വെച്ച് നോക്കാം. നമ്മൾ ചെയ്തിരിക്കുന്ന നെക്കിൽ ഇതേപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കണ്ടില്ലേ, കുറച്ചും കൂടി കൂടുതൽ അടിക്കണം. ഞാൻ ഒരു തെറ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ചെറുതായിട്ട് അടിച്ചത്. ചെറിയൊരു ഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മലർന്നിരിക്കും. നമുക്ക് നല്ല ഇതേപോലെ കുഴിഞ്ഞിട്ടുള്ള വി ആണ് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി കയറ്റി അടിക്കണമെന്ന് മനസ്സിലായില്ലേ? കുറച്ചും കൂടി കൂടുതൽ ഭാഗം ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഈ വി കഴുത്തിലൊന്ന് വെച്ച് നോക്കിയേ. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ നല്ല കുഴിഞ്ഞൊരു വി കിട്ടിയില്ലേന്ന് നോക്കിയേ. ഇനി സെൻറ്റർ ഭാഗം ഇതേപോലെ ഒരു മുട്ട് സൂചി വെച്ച് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിപ്പോൾ വെച്ചിരിക്കുന്നത്. സെൻറ്റർ കുത്തി വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ലേസ് നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് നിന്ന് തന്നെ അടിക്കാൻ തുടങ്ങാട്ടോ. അതിനുശേഷം സെൻറ്റർ വന്നിട്ട് ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് അടിച്ചു കൊടുക്കുക. ഇനി സെൻറ്റർ ഭാഗത്തും സൈഡിലുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചിടാം. കറക്റ്റായിട്ട് മറിഞ്ഞു വരുന്നില്ലെങ്കിൽ ആ വി ഷേപ്പിൻ്റെ അവിടെയൊക്കെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോളൂ. നല്ല രീതിയിലൊന്ന് തേച്ചും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ചുളിവില്ലാത്ത രീതിയിൽ കിട്ടും. ഇനി ലേസ് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ ലേസിൻ്റെ മുകൾ ഭാഗം കഴുത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗം ഇതേപോലെ അടിച്ചു കൊടുക്കുക. ആ വീട് കോർണർ എത്തുമ്പോൾ ഇതേപോലെ പ്രഷർ പൊക്കിയിട്ട് ഈ സൈഡിലേക്ക് അടിച്ചു കൊടുക്കുക. ലേസിൻ്റെ ഷേപ്പ് ഇതേപോലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഞാനിവിടെ അടിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ താഴേക്ക് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ മുത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലേസ് ആദ്യം എടുക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഷേപ്പിൽ എടുക്കുകയാണെങ്കിൽ ആ സെൻറ്റർ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള വീനക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.